മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സോളമൻ രാജാവ് ദേവാലയം പണിയുകയും ഇസ്രായേലിനെ ആരാധനയുടെയും ഐശ്വര്യത്തിൻ്റെയും സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കുകയും ചെയ്ത മഹത്തായ ഭരണകാലത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ 10-ാം അധ്യായം 29-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളാണ് ഇതിന് അടിസ്ഥാനം. ദേവാലയ നിർമ്മിതിക്കായുള്ള ഒരുക്കം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം. അധികാരം ഉറപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് സമാധാനം ലഭിക്കുകയും ചെയ്ത ശേഷം തൻ്റെ പിതാവായ ദാവീദ് തന്നെ ഏൽപ്പിച്ച വിശുദ്ധ ദൗത്യമായ ദേവാലയ നിർമ്മിതിയിലേക്ക് സോളമൻ തിരിഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു പദ്ധതി അല്ലായിരുന്നു, മറിച്ച് ദാവീദിൻ്റെ പുത്രൻ ദേവാലയം പണിയുമെന്ന അവിടുത്തെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 7-ാം അധ്യായം 12-13 വാക്യങ്ങൾ. സോളമൻ രാജാവായെന്ന് മനസ്സിലാക്കിയ ടൈറിലെ രാജാവായ ഹിരാം ദാവീദുമായുള്ള സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തൻ്റെ ദൂതന്മാരെ സോളമൻ്റെ പക്കലേക്ക് അയച്ചു. വിനയത്തോടും ലക്ഷ്യബോധത്തോടും കൂടി സോളമൻ ഇതിനോട് പ്രതികരിച്ചു. യുദ്ധങ്ങൾ കാരണം ദാവീദിന് ദേവാലയം പണിയാൻ കഴിഞ്ഞില്ലെന്നും, എന്നാൽ ഇപ്പോൾ ദൈവം തനിക്ക് സമാധാനവും സുസ്ഥിരതയും നൽകിയിരിക്കുന്നതിനാൽ ഈ പ്രവൃത്തി ആരംഭിക്കാൻ അനുയോജ്യ സമയമായെന്നും അദ്ദേഹം വിശദീകരിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ. തുടർന്ന് സോളമൻ ഹിരാമുമായി ഒരു സഹകരണ ഉടമ്പടിയിൽ ഏർപ്പെട്ടു. കരുത്തിനും സൗന്ദര്യത്തിനും പ്രശസ്തമായ ലെബനോനിലെ ദേവദാരുക്കളും പൈൻ മരങ്ങളും അദ്ദേഹം ആവശ്യപ്പെട്ടു. മരം മുറിക്കുന്നതിൽ സീദോന്യർക്കുള്ള പ്രത്യേക വൈഭവം അദ്ദേഹം അംഗീകരിച്ചു. ജോലിക്കാർക്ക് ഉചിതമായ വേതനം അദ്ദേഹം വാഗ്ദാനം ചെയ്തു. വിശുദ്ധ പ്രവൃത്തികൾ പോലും നീതിയിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായിരിക്കണമെന്ന് ഇത് കാണിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യം. സോളമന്റെ അഭ്യർത്ഥനയിൽ ഹിരാം സന്തോഷിക്കുകയും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 21 വാക്യങ്ങൾ. മരങ്ങൾ നൽകാമെന്ന് സമ്മതിച്ച അദ്ദേഹം അവ കടൽ മാർഗം എത്തിക്കുവാൻ ക്രമീകരണം ചെയ്തു. പകരമായി ഹിരാമിൻ്റെ കൊട്ടാരത്തിലേക്ക് ആവശ്യമായ ഗോതമ്പും ഒലിവെണ്ണയും സോളമൻ നൽകി. ഈ കരാർ 2 രാജ്യങ്ങൾ തമ്മിൽ സമാധാനവും സഹകരണവും കൊണ്ടുവന്നു. വിദേശ രാജ്യങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരാനാകുമെന്ന് ഇത് കാണിക്കുന്നു. 1 രാജാക്കന്മാർ 5-ാം അധ്യായം 23 മുതൽ 25 വരെ വാക്യങ്ങൾ. സോളമൻ ഒരു വലിയ തൊഴിൽ സംഘത്തെ സംഘടിപ്പിച്ചു. ലെബനോനിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ 30,000 തൊഴിലാളികളെയും കൂടാതെ 70,000 ചുമട്ടു തൊഴിലാളികളെയും 80,000 കല്ലുവെട്ടുകാരെയും അദ്ദേഹം നിയമിച്ചു. അനേകം ഉദ്യോഗസ്ഥർ ഇവർക്ക് മേൽനോട്ടം വഹിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ, 27 മുതൽ 30 വരെ വാക്യങ്ങൾ. വിദഗ്ധരായ തൊഴിലാളികൾ ദേവാലയത്തിൻ്റെ അടിത്തറയ്ക്കായി കൂറ്റൻ കല്ലുകൾ ഒരുക്കി. ദേവാലയം ബലമുള്ളതും നിലനിൽക്കുന്നതുമാണ് എന്ന് അവർ ഉറപ്പുവരുത്തി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യം. ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ ഒരു ആരാധനയായിരുന്നു. സോളമൻ പ്രാർത്ഥനയെ ആസൂത്രണത്തോടും വിശ്വാസത്തെ പ്രവൃത്തിയോട് സംയോജിപ്പിച്ചു. ദൈവിക പ്രവർത്തനങ്ങളിൽ ഇസ്രായേലിന് പുറത്തുള്ളവരുടെ സഹകരണവും ഉൾപ്പെടുത്താമെന്ന് ഹിരാമുമായുള്ള സഖ്യം കാണിക്കുന്നു. ഇത് രക്ഷയുടെ സാർവത്രിക സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ജോലികളുടെ കൃത്യമായ ക്രമീകരണം ദൈവഹിതം നടപ്പിലാക്കുന്നതിലെ വിശ്വസ്ത മേൽനോട്ടത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ദേവാലയ നിർമ്മാണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം. വർഷങ്ങൾ നീണ്ട ഒരുക്കങ്ങൾക്ക് ശേഷം സോളമൻ ജെറുസലേമിൽ കർത്താവിൻ്റെ ദേവാലയ നിർമ്മാണം ആരംഭിച്ചു. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിന് ശേഷം പല തലമുറകൾ കഴിഞ്ഞ് സോളമൻ്റെ ഭരണത്തിൻ്റെ 4-ാം വർഷത്തിലാണ് ഇത് നടന്നതെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. ഇത് ദേവാലയത്തെ രക്ഷാകര ചരിത്രവുമായി ബന്ധിപ്പിക്കുന്നു. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവം ഇപ്പോൾ അവർക്കിടയിൽ ശാശ്വത വാസസ്ഥലം സ്ഥാപിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങിയ മോറിയ മലയിലാണ് ദേവാലയം പണിയപ്പെട്ടത്. ഉൽപ്പത്തി 22-ാം അധ്യായം 2-ാം വാക്യം, ദിനവൃത്താന്തം 2-ാം പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. അതിനാൽ ത്യാഗത്താലും അനുസരണത്താലും ദൈവപരിപാലനയാലും നേരത്തെ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട ഇടമായിരുന്നു അത്. വിശുദ്ധമായ പ്ലാൻ അനുസരിച്ചാണ് ആ നിർമ്മാണം നടന്നത്. മണ്ഡപം അല്ലെങ്കിൽ വെസ്റ്റിബ്യൂൾ, വിശുദ്ധ സ്ഥലം, ഉടമ്പടി പേടകം സ്ഥാപിക്കുവാനുള്ള അതിവിശുദ്ധ സ്ഥലം എന്നിവ അതിലുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 2 മുതൽ 5 വരെ വാക്യങ്ങൾ, 16-ാം വാക്യം.
നിർമ്മാണ സാമഗ്രികൾ ദൈവമഹത്വത്തെ പ്രതിഫലിപ്പിച്ചു. സൂക്ഷ്മമായി കൊത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു ഭിത്തികൾ. ഉൾഭാഗം ലെബനോനിൽ നിന്നുള്ള ദേവദാരുക്കൾ കൊണ്ട് നിരത്തിയിരുന്നു. ജീവന്റെയും സ്വർഗീയ ലോകത്തിൻ്റെയും പ്രതീകങ്ങളായ പൂക്കൾ, മുകുളങ്ങൾ, കെരൂബുകൾ എന്നിവ അതിൽ കൊത്തിവെച്ചിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 18-29 വാക്യങ്ങൾ. ദൈവസാന്നിധ്യത്തിൻ്റെ മഹിമയും വിശുദ്ധിയും പ്രകടിപ്പിക്കുവാൻ ഉൾവശം സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 20 മുതൽ 22 വരെ വാക്യങ്ങൾ. മധ്യഭാഗത്ത് അതിവിശുദ്ധ സ്ഥലം സ്ഥിതി ചെയ്തു. അതിൻ്റെ സമചതുരാകൃതി ക്യൂബ് പൂർണ്ണതയെ പ്രതീകപ്പെടുത്തി. അതിനുള്ളിൽ ഒലിവ് മരത്തിൽ നിർമ്മിച്ച് സ്വർണം പൊതിഞ്ഞ 2 വലിയ കെരൂബുകൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും അടയാളമായി അവയുടെ ചിറകുകൾ ശ്രീകോവിലിൽ ഉടനീളം വിരിച്ചു നിൽക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 23 മുതൽ 28 വരെ വാക്യങ്ങൾ. ഈ ഉൾത്തളം വേർതിരിക്കപ്പെട്ടതായിരുന്നു. ഇത് ദൈവത്തിൻ്റെ സാമീപ്യത്തെയും അതേസമയം അവിടുത്തെ വിശുദ്ധിയെയും കാണിക്കുന്നു. നിർമ്മാണവേളയിലെ ശ്രദ്ധേയമായ ഒരു കാര്യം അത് തികഞ്ഞ നിശബ്ദതയിലാണ് നടന്നത് എന്നതാണ്. കല്ലുകൾ മുൻകൂട്ടി തന്നെ ഒരുക്കിയിരുന്നതിനാൽ പണിസ്ഥലത്ത് ചുറ്റികയുടെയോ മറ്റ് ഇരുമ്പ് ആയുധങ്ങളുടെയോ ശബ്ദം കേട്ടിരുന്നില്ല. രാജാക്കന്മാർ 1-ാം പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. ഭക്തിനിർഭരമായ ഈ നിശബ്ദത ആ പ്രവൃത്തിയുടെ പവിത്രതയെയും അത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വിശുദ്ധമായൊരു ദൗത്യമാണെന്ന സത്യത്തെയും വിളിച്ചോതുന്നു. നിർമ്മാണവേളയിൽ ദൈവാലയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം വിശ്വസ്തതയിലാണെന്ന് കർത്താവ് സോളമനെ ഓർമ്മിപ്പിച്ചു. സോളമനും ജനവും അനുസരണയുള്ളവരാണ് എങ്കിൽ ദൈവം അവർക്കിടയിൽ വസിക്കും, അവരെ ഉപേക്ഷിക്കുകയില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അതിനാൽ ദേവാലയത്തിൻ്റെ മൂല്യം അതിൻ്റെ സൗന്ദര്യത്തിൽ മാത്രമല്ല, ഉടമ്പടിയോടുള്ള അനുസരണത്തിലുമാണ് അടങ്ങിയിരിക്കുന്നത്. ഓരോ കാര്യത്തിലും അതീവ ശ്രദ്ധ ചെലുത്തി 7 വർഷം കൊണ്ട് ദേവാലയം പൂർത്തിയാക്കി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 38-ാം വാക്യം. ഇത് ആരാധനയുടെയും ബലിയുടെയും ദൈവവുമായുള്ള കൂടിക്കാഴ്ചയുടെയും ഇടമെന്ന നിലയിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ദൃശ്യ അടയാളമായി നിലകൊണ്ടു. കത്തോലിക്ക വീക്ഷണത്തിൽ ദേവാലയം നമുക്കിടയിലെ ദൈവത്തിൻ്റെ യഥാർത്ഥ വാസസ്ഥലമായ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. യോഹന്നാൻ 1:14, 2-ാം അധ്യായം 19 മുതൽ 21 വരെ വാക്യങ്ങളും. അവിടുത്തെ വഴി ദൈവത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കുമായി തുറക്കപ്പെട്ടിരിക്കുന്നു. സഭ പുതിയ ദേവാലയമായി മാറുന്നു. വിശ്വാസികൾ ഈ ആത്മീയ ഭവനത്തിലെ ജീവനുള്ള ശിലകളായി മാറുന്നു. 1 പത്രോസ് 2:5. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രതിഷ്ഠിക്കാൻ ദേവാലയ വിശുദ്ധി നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് ദേവാലയ നിർമ്മാണം ചരിത്രപരവും ആത്മീയവുമാണ്. ദൈവം തൻ്റെ ജനത്തോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവിടുത്തെ സാന്നിധ്യത്തിന് വിശുദ്ധിയും അനുസരണവും ഭക്തിയും ആവശ്യമാണെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഇത് അന്തിമമായി ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുകയും അവിടുത്തെ സഭയിൽ തുടരുകയും ചെയ്യുന്നു. രാജകൊട്ടാരവും ദേവാലയ ഉപകരണങ്ങളും. 1 രാജാക്കന്മാർ 7-ാം അധ്യായം 1 മുതൽ 51 വരെ വാക്യങ്ങൾ. ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം സോളമൻ തൻ്റെ രാജകൊട്ടാരവും അനുബന്ധ കെട്ടിടങ്ങളും പണിതു. ദേവാലയത്തിന് 7 വർഷം വേണ്ടി വന്നപ്പോൾ കൊട്ടാര സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിന് 13 വർഷമെടുത്തു. ഇത് അതിൻ്റെ വലിപ്പത്തെയും സങ്കീർണതയെയും സൂചിപ്പിക്കുന്നു. 1 രാജാക്കന്മാർ 7:1. അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം കൂടാതെ ഭരണപരമായ കാര്യങ്ങൾക്കും രാജകീയ ജീവിതത്തിനുമുള്ള മണ്ഡപങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അനേകം ദേവദാരു സ്തംഭങ്ങളാൽ താങ്ങി നിർത്തിയിരുന്ന ലെബനോൻ കാനന മന്ദിരം ഇവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായം 2 മുതൽ 5 വരെ വാക്യങ്ങൾ. കൂടാതെ സ്തംഭങ്ങളുടെ മണ്ഡപവും നീതി നിർവഹണത്തിനുള്ള സിംഹാസന മണ്ഡപവും അദ്ദേഹം നിർമ്മിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഫറവോന്റെ മകൾക്കായി പ്രത്യേക താമസ സ്ഥലവും അദ്ദേഹം ഒരുക്കി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം. ഇവയെല്ലാം വിലയേറിയ കല്ലുകളും ദേവദാരുക്കളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ഇത് രാജകീയ പ്രൗഢിയെയും മികച്ച നിർമ്മാണ വൈദഗ്ധ്യത്തെയും പ്രതിഫലിപ്പിച്ചു. 1 രാജാക്കന്മാർ 7-ാം അധ്യായം 9 മുതൽ 12 വരെ വാക്യങ്ങൾ. ഈ നിർമ്മാണങ്ങൾ ഒരു വൈരുദ്ധ്യം വെളിപ്പെടുത്തുന്നു. കൊട്ടാരം വലുതും അത് പണിയാൻ കൂടുതൽ സമയം എടുത്തതുമാണെങ്കിലും ദൈവത്തിൻ്റെ വാസസ്ഥലം എന്ന നിലയിൽ ദേവാലയത്തിനായിരുന്നു എന്നും പ്രാധാന്യം. മാനുഷികമായ നേട്ടങ്ങൾ ഒരിക്കലും ദൈവത്തിന് നൽകേണ്ട മുൻഗണനയ്ക്ക് മുകളിലാകരുതേ എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം ജനങ്ങളെ ഭരിക്കുന്നതിനും രാജ്യത്തെ ക്രമസമാധാനം നിലനിർത്തുന്നതിനും ഈ കൊട്ടാരത്തിന് തനതായ ദൗത്യമുണ്ടായിരുന്നു. തുടർന്ന് ആരാധനയുടെ സൗന്ദര്യത്തെയും വിശുദ്ധിയെയും എടുത്തു പറയുന്ന ദേവാലയ ഉപകരണങ്ങളെക്കുറിച്ച് ബൈബിൾ വിവരിക്കുന്നു.
നഫ്താലി ഗോത്രത്തിലെ ഒരു വിധവയുടെ മകനും വെങ്കലപ്പണിയിൽ അതീവ നൈപുണ്യമുള്ളവനുമായ ടയറിലെ ഹീരാമിനെ സോളമൻ ഈ പണികൾ ഏൽപ്പിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അദ്ദേഹത്തിലൂടെ കലാപരമായ മൂല്യമുള്ളതും പ്രതീകാത്മകവുമായ ഘടകങ്ങളാൽ ദേവാലയം അലങ്കരിക്കപ്പെട്ടു. ദേവാലയത്തിനുള്ളിലെ ബലിപീഠം, കാഴ്ചയപ്പം വയ്ക്കുന്ന മേശ, ദീപപീഠങ്ങൾ, മറ്റ് വിശുദ്ധ പാത്രങ്ങൾ എന്നിങ്ങനെ എല്ലാ ഉപകരണങ്ങളും സ്വർണത്തിലാണ് നിർമ്മിച്ചത്. 1 രാജാക്കന്മാർ 7-ാം അധ്യായം 48 മുതൽ 50 വരെ വാക്യങ്ങൾ. സ്വർണത്തിൻ്റെ ഉപയോഗം ദൈവസാന്നിധ്യത്തിൻ്റെ വിശുദ്ധിയെയും മഹത്വത്തെയും പ്രകടിപ്പിച്ചു. കർത്താവിനെ ബഹുമാനിക്കാനായി ഓരോ ചെറിയ കാര്യവും അതീവ ശ്രദ്ധയോടെയാണ് നിർമ്മിച്ചത്. ഒടുവിൽ തൻ്റെ പിതാവായ ദാവീദ് നേർച്ചയായി സമർപ്പിച്ചിരുന്ന വെള്ളിയും സ്വർണവും പാത്രങ്ങളും സോളമൻ കൊണ്ടുവന്ന് ദേവാലയ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായം 51-ാം വാക്യം. ഇപ്രകാരം ദാവീദിൻ്റെയും സോളമൻ്റെയും പ്രവൃത്തികൾ ദൈവപദ്ധതി നിറവേറ്റുന്നതിൽ ഒന്നിച്ചു ചേർന്നു. കത്തോലിക്ക വീക്ഷണത്തിൽ സഭയുടെ ആരാധനാക്രമത്തിൽ ഈ യാഥാർത്ഥ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. ദേവാലയം അതീവ ശ്രദ്ധയോടെ ഒരുക്കപ്പെട്ടതുപോലെ സഭ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലിപീഠവും ദിവ്യകാരുണ്യം സൂക്ഷിച്ചു വയ്ക്കുന്ന സക്രാരിയും വിശുദ്ധിയോടെ നിർമ്മിച്ച് പരിപാലിക്കുന്നു. അതേസമയം ഓരോ വിശ്വാസിയും വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി മാറാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. 1 കൊറിന്ത്യർ 6:19. ദേവാലയ പ്രതിഷ്ഠ 1 രാജാക്കന്മാർ 8-ാം അധ്യായം 1 മുതൽ 66 വരെ വാക്യങ്ങൾ. ദേവാലയ നിർമ്മാണം പൂർത്തിയായപ്പോൾ അതിൻ്റെ അതിവിശുദ്ധ നിമിഷമായ ദേവാലയ പ്രതിഷ്ഠയ്ക്കായി സോളമൻ ഒരുക്കങ്ങൾ നടത്തി. ഇതൊരു ചടങ്ങ് മാത്രമായിരുന്നില്ല, മറിച്ച് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണമായിരുന്നു. സോളമൻ ഇസ്രായേലിലെ മുതിർന്നവരും ഗോത്രത്തലവന്മാരും ഉൾപ്പെടെ ജനങ്ങളെ മുഴുവനും ജെറുസലേമിൽ ഒരുമിച്ച് കൂട്ടി. പുരോഹിതന്മാർ ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് ഉടമ്പടി പേടകവും സമാഗമ കൂടാരവും വിശുദ്ധ പാത്രങ്ങളും വഹിച്ചു കൊണ്ടുവന്നു. രാജാക്കന്മാർ 1-ാം പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ. പേടകം അകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ സോളമനും ജനങ്ങളും ദൈവത്തോടുള്ള ഭക്തിയും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് എണ്ണമറ്റ ബലികൾ അർപ്പിച്ചു. 1 രാജാക്കന്മാർ 8:5. ദൈവത്തിൻ്റെ സിംഹാസനത്തെയും സാന്നിധ്യത്തെയും സൂചിപ്പിച്ചുകൊണ്ട് കെരൂബുകളുടെ ചിറകുകൾക്ക് താഴെ അതിവിശുദ്ധ സ്ഥലത്ത് പേടകം സ്ഥാപിച്ചു. രാജാക്കന്മാർ 1-ാം പുസ്തകം 8-ാം അധ്യായം 6-7 വാക്യങ്ങൾ. മോശയ്ക്ക് ലഭിച്ച ഉടമ്പടിയുടെ കൽപ്പലകകൾ പേടകത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ നിയമത്തെയും അവിടുത്തെ ജനവുമായുള്ള വിശുദ്ധ ബന്ധത്തെയും ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു. രാജാക്കന്മാർ 1-ാം പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യം. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ ഒരു മേഘം ദേവാലയത്തെ പൂർണ്ണമായി മൂടി. ദൈവത്തിൻ്റെ മഹത്വം ആ ആലയത്തിൽ നിറഞ്ഞ് എന്നതിൻ്റെ ദൃശ്യ അടയാളമായിരുന്നു ഇത്. ദൈവം ആ ദേവാലയത്തെ തൻ്റെ വാസസ്ഥലമായി സ്വീകരിച്ചുവെന്ന് ഇത് സ്ഥിരീകരിച്ചു. രാജാക്കന്മാർ 1-ാം പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. തുടർന്ന് സോളമൻ ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. ദാവീദിന് നൽകിയ വാഗ്ദാനം നിറവേറ്റുന്ന അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു. 1 രാജാക്കന്മാർ 8:22. ഒരു കെട്ടിടത്തിനോ ഈ ദേവാലയത്തിനോ പോലും ദൈവത്തെ ഉൾക്കൊള്ളാൻ കഴിവില്ലെന്ന് അദ്ദേഹം ഏറ്റുപറഞ്ഞു. 1 രാജാക്കന്മാർ 8:27. അവിടെ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കുകയും തൻ്റെ ജനത്തോട് ക്ഷമിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം കർത്താവിനോട് അപേക്ഷിച്ചു. പാപം, പരാജയം, ക്ഷാമം, വരൾച്ച, പ്രവാസം എന്നീ സമയങ്ങളിൽ സഹായം തേടുന്നവർക്കായും കർത്താവിനെ അന്വേഷിച്ച് വരുന്ന അന്യജാതിക്കാർക്കായും അദ്ദേഹം പ്രാർത്ഥിച്ചു. എല്ലാ സാഹചര്യങ്ങളിലും ദൈവം കേൾക്കുകയും ക്ഷമിക്കുകയും അവരെ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 31 മുതൽ 50 വരെ വാക്യങ്ങൾ. പ്രാർത്ഥനയ്ക്ക് ശേഷം സോളമൻ ജനങ്ങളെ അനുഗ്രഹിച്ചു. അവർക്ക് ശാന്തി നൽകിയതിന് ദൈവത്തോട് നന്ദി പറയുകയും അവിടുത്തെ കൽപ്പനകളിൽ വിശ്വസ്തരായിരിക്കുവാൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. രാജാക്കന്മാർ 1-ാം പുസ്തകം 8-ാം അധ്യായം 56 മുതൽ 61 വരെ വാക്യങ്ങൾ. ദൈവത്തിൻ്റെ നന്മയിൽ സന്തോഷിച്ചുകൊണ്ട് 14 ദിവസം നീണ്ടുനിന്ന വലിയ ബലികളോടും ആഘോഷങ്ങളോടും കൂടി പ്രതിഷ്ഠാ ചടങ്ങുകൾ അവസാനിച്ചു. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 62 മുതൽ 66 വരെ വാക്യങ്ങൾ. ഈ സംഭവത്തിന് ആഴമേറിയ ആത്മീയ അർത്ഥമുണ്ട്. കേന്ദ്രഭാഗത്തെ പേടകം ദൈവത്തിൻ്റെ ഉടമ്പടി സാന്നിധ്യത്തെ കാണിക്കുന്നു. മേഘം മരുഭൂമിയിലെ അവിടുത്തെ വഴി നടത്തലിനെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ ആരാധനയ്ക്ക് വിനയവും പശ്ചാത്താപവും ദൈവകാരുണ്യത്തിലുള്ള വിശ്വാസവും ആവശ്യമാണെന്ന് സോളമൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നു. കത്തോലിക്ക വീക്ഷണത്തിൽ
ഈ പ്രതിഷ്ഠ നമുക്കിടയിലെ ദൈവത്തിൻ്റെ യഥാർത്ഥ വാസമായ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:14 ദൈവവചനത്തെ ഉദരത്തിൽ വഹിച്ച മറിയത്തിന്റെ മുൻനിഴലാണ് ഉടമ്പടിയുടെ പേടകം. ദേവാലയം സഭയെ പ്രതിനിധാനം ചെയ്യുന്നു. അവിടെ ദൈവം പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ തൻ്റെ സാന്നിധ്യം നിലനിർത്തുന്നു. അതുകൊണ്ട് തൻ്റെ ജനത്തിനിടയിൽ ജീവിക്കാനും അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാനും പാപങ്ങൾ ക്ഷമിക്കാനും അവരെ അനുഗ്രഹിക്കാനും ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ദേവാലയ പ്രതിഷ്ഠ കാണിച്ചു തരുന്നു. അവിടത്തോടൊന്നും എന്നും വിശ്വസ്തരായിരിക്കാൻ ഇത് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഉടമ്പടി ഉറപ്പും അന്താരാഷ്ട്ര സ്വാധീനവും. ദേവാലയത്തിൻ്റെയും രാജകൊട്ടാരത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കി പ്രാർത്ഥനയോടും ബലിയോടും കൂടി അത് പ്രതിഷ്ഠിച്ച ശേഷം സോളമന്റെ ഭക്തിയോട് കർത്താവ് വ്യക്തിപരവും ശക്തവുമായ രീതിയിൽ പ്രതികരിച്ചു. നേരത്തെ ഗിബിയോണിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടതുപോലെ ദൈവം രണ്ടാം വട്ടവും സോളമന് പ്രത്യക്ഷനായി. 1 രാജാക്കന്മാർ 3:5 ദൈവം ദേവാലയത്തെയും അവിടെ അർപ്പിച്ച പ്രാർത്ഥനകളെയും സ്വീകരിച്ചുകൊണ്ട് ഈ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചു. കർത്താവ് സോളമനോട് അരുൾ ചെയ്തു, നീ എൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രവിച്ചു. നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എൻ്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം സദാ അവിടെ ഉണ്ടായിരിക്കും. രാജാക്കന്മാർ 1:9 തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ തൻ്റെ സാന്നിധ്യം വസിക്കുന്ന ഒരു വിശുദ്ധ സ്ഥലമായി ദൈവം ഈ ആലയത്തെ സ്ഥിരീകരിച്ചുവെന്ന് ഈ വാക്കുകൾ വെളിപ്പെടുത്തുന്നു. കെട്ടിടത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, മറിച്ച് തൻ്റെ നാമം അവിടെ സ്ഥാപിക്കാനുള്ള ദൈവത്തിൻ്റെ തീരുമാനമാണ് അതിനെ വിശുദ്ധമാക്കിയത്. അത് ആരാധനയുടെയും പ്രാർത്ഥനയുടെയും കൂടിക്കാഴ്ചയുടെയും കേന്ദ്രമായി മാറി. എങ്കിലും ദൈവത്തിൻ്റെ ഈ ഉറപ്പ് ചില നിബന്ധനകളോടെയാണ് നൽകപ്പെട്ടത്. വിശ്വസ്തതയും അനുസരണവും ആവശ്യമായ ഉടമ്പടി ബന്ധത്തെക്കുറിച്ച് അവിടുന്ന് സോളമനെ ഓർമ്മിപ്പിച്ചു. നിന്റെ പിതാവിനെ പോലെ നീയും ഹൃദയ നൈർമല്യത്തോടും പരമാർത്ഥതയോടും കൂടി എൻ്റെ മുമ്പിൽ വ്യാപരിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിക്കുകയും എൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിന്റെ വംശത്തിൽ സന്തതി അറ്റുപോവുകയില്ല. 1 രാജാക്കന്മാർ 9:4-5 ഇത് ദാവീദിനോട് ചെയ്ത ഉടമ്പടിയുടെ ആവർത്തനമാണ്. 2 സാമുവേൽ 7:16 സോളമന്റെ രാജ്യത്തിന്റെ സുസ്ഥിരത രാഷ്ട്രീയ ശക്തിയിലല്ല, മറിച്ച് ആത്മീയ വിശ്വസ്തതയിലാണ് കുടികൊള്ളുന്നത് എന്ന് ഇത് വ്യക്തമാക്കുന്നു. അതേസമയം ദൈവം ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പും നൽകി. സോളമനോ അദ്ദേഹത്തിൻ്റെ സന്തതികളോ കർത്താവിൽ നിന്ന് അകന്നു പോവുകയും അന്യദേവന്മാരെ സേവിക്കുകയും കൽപ്പനകൾ ഉപേക്ഷിക്കുകയും ചെയ്താൽ അതിൻ്റെ അനന്തരഫലം ഭയാനകമായിരിക്കും. ഇസ്രായേലിനെ അവർക്ക് നൽകപ്പെട്ട ദേശത്ത് നിന്ന് ഇല്ലാതാക്കുമെന്നും ഇപ്പോൾ വിശദീകരിക്കപ്പെട്ട ഈ ദേവാലയം പോലും തൻ്റെ മുൻപിൽ നിന്നും തള്ളിക്കളയുമെന്നും ദൈവം പ്രഖ്യാപിച്ചു. രാജാക്കന്മാരുടെ 1 പുസ്തകം 9:6-7 ജനം അവിശ്വസ്തരായാൽ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായ ആലയം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അടയാളമായി മാറും. ഒരു കാലത്ത് എല്ലാ ജനതകളും ആദരവോടെ നോക്കിയിരുന്ന ഈ ദേവാലയം ഒരു നാശകൂമ്പാരമായി മാറുമെന്നും കടന്നു പോകുന്നവർ അത് കണ്ട് അത്ഭുതപ്പെടുമെന്നും ദൈവം മുന്നറിയിപ്പ് നൽകി. എന്തുകൊണ്ടാണ് ഈ നാശമുണ്ടായത് എന്ന് ചോദിക്കുന്നവർക്ക് മറുപടി വ്യക്തമായിരിക്കും. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരുടെ പിന്നാലെ പോയി അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തുകൊണ്ടാണ് കർത്താവ് അവർക്ക് ഈ നാശം വരുത്തിയത്. രാജാക്കന്മാരുടെ 1 പുസ്തകം 9:9 ദൈവസാന്നിധ്യത്തിൻ്റെ അനുഗ്രഹവും ദേവാലയത്തിൻ്റെ മഹത്വവും ഉടമ്പടിയോടുള്ള ജനത്തിൻ്റെ വിശ്വസ്തയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവം വിശ്വസ്തനായിരിക്കുമ്പോഴും മനുഷ്യൻ്റെ സഹകരണം അത്യാവശ്യമാണെന്ന ആത്മീയ സത്യം ഈ ഭാഗം വെളിപ്പെടുത്തുന്നു. വിശ്വസ്തത പാലിക്കാത്തതിനാൽ പിന്നീട് ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ സോളമന് ലഭിച്ച ഈ മുന്നറിയിപ്പ് ചരിത്രത്തിൽ യാഥാർത്ഥ്യമായി. 2 രാജാക്കന്മാർ 25:8-10 എങ്കിലും ദൈവത്തിൻ്റെ അന്തിമ വാഗ്ദാനം ഉപേക്ഷിക്കപ്പെട്ടില്ല. അത് തകർക്കാൻ കഴിയാത്ത ഒരു നിത്യ ഉടമ്പടി സ്ഥാപിച്ച ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിൽ യഥാർത്ഥ ദേവാലയം പുനർനിർമ്മിക്കുകയും ദൈവസാന്നിധ്യം തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ സ്ഥിരമായി മാറുകയും ചെയ്തു. യോഹന്നാൻ 2:19-21 സഭ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന നിലയിൽ ഈ ഉടമ്പടി സാന്നിധ്യം തുടരുന്നു. ഐശ്വര്യവും അന്താരാഷ്ട്ര സ്വാധീനവും. ദേവാലയത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും നിർമ്മാണത്തിന് ശേഷം സോളമന്റെ രാജ്യം വലിയ സമൃദ്ധിയിലും അന്താരാഷ്ട്ര അംഗീകാരത്തിലും ഉയർന്നു. ദൈവം നൽകിയ സമാധാനവും സോളമന്റെ ജ്ഞാനവും സാമ്പത്തിക വളർച്ചയും അയൽ രാജ്യങ്ങൾക്കിടയിൽ വലിയ സ്വാധീനത്തിനും കാരണമായി. ദേവാലയത്തിന് ആവശ്യമായ സാധനങ്ങൾ നൽകിയ ടൈറിലെ രാജാവായ ഹിരാമുമായുള്ള സഖ്യം സോളമൻ ശക്തമാക്കി. പകരം ഗലീലയിലെ 20 നഗരങ്ങൾ
സോളമൻ അദ്ദേഹത്തിന് നൽകി. 1 രാജാക്കന്മാർ 9-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഹിരാം അതിൽ പൂർണ്ണ സംതൃപ്തനായില്ലെങ്കിലും അവരുടെ പങ്കാളിത്തം വ്യാപാരവും വിഭവങ്ങളും വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഹസോർ, മെഗിദോ, ഗേസർ തുടങ്ങിയ നഗരങ്ങൾ സോളമൻ പുനർനിർമ്മിക്കുകയും പ്രതിരോധം ശക്തമാക്കുകയും ചെയ്തു. 1 രാജാക്കന്മാർ 9-15. സംഭരണ നഗരങ്ങളും രഥകേന്ദ്രങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. ഇത് സംഘടിത ഭരണത്തെയും സൈനിക ശക്തിയെയും കാണിക്കുന്നു. ഹിരാമിന്റെ നാവികരുടെ സഹായത്തോടെ എസിയോൻ ഗേബറിൽ കപ്പലുകൾ നിർമ്മിച്ച് അദ്ദേഹം കടൽ വ്യാപാരം വികസിപ്പിച്ചു. 1 രാജാക്കന്മാർ 9-ാം അധ്യായം 26-27 വാക്യങ്ങൾ. ഈ കപ്പലുകൾ ദൂരദേശങ്ങളിൽ നിന്ന് സ്വർണവും അമൂല്യ വസ്തുക്കളും കൊണ്ടുവന്നു. അത് ഇസ്രായേലിന്റെ സമ്പത്തും പ്രശസ്തിയും വർദ്ധിപ്പിച്ചു. സോളമന്റെ പ്രശസ്തി നാടെങ്ങും പടർന്നു. ഷീബയിലെ രാജ്ഞി ഏറെ സമ്മാനങ്ങളുമായി അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി. സോളമൻ അവരെ ഉദാരമായി സ്വീകരിച്ചു. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 10 മുതൽ 13 വരെ വാക്യങ്ങൾ. സ്വർണവും വെള്ളിയും ആനക്കൊമ്പും മറ്റ് നിധികളും രാജ്യത്ത് നിറഞ്ഞു. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 14 മുതൽ 22 വരെ വാക്യങ്ങൾ. സോളമന്റെ രാജസദസ്സ് വലിയ ക്രമത്തെയും പ്രൗഢിയെയും പ്രതിഫലിപ്പിച്ചു. അനേകം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ജ്ഞാനം കേൾക്കാൻ എത്തി. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ അതിന്റെ ഔന്നത്യത്തിലെത്തി. ജനങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും കഴിഞ്ഞു. കത്തോലിക്ക വീക്ഷണത്തിൽ സോളമന്റെ മഹത്വം സകല ജനതകളും വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ യഥാർത്ഥ ജ്ഞാനമായ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം സമൃദ്ധി എപ്പോഴും വിശ്വസ്തയോട് ചേർന്ന് നിൽക്കണമെന്ന് ഈ കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അനുഗ്രഹങ്ങൾ നമ്മെ നന്ദിയിലേക്കും ആരാധനയിലേക്കും നയിക്കണം, അല്ലാതെ അഹങ്കാരത്തിലേക്കോ സ്വാർത്ഥതയിലേക്കോ ആകരുത്. രക്ഷാകര ചരിത്രവുമായുള്ള ബന്ധം. സോളമൻ നിർമ്മിച്ച ദേവാലയത്തിന് രക്ഷാകര ചരിത്രത്തിൽ സവിശേഷ സ്ഥാനമുണ്ട്. എങ്കിലും അതിൻ്റെ അഗാധമായ അർത്ഥം പൂർത്തീകരിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിലാണ്. പഴയ നിയമത്തിൽ ദൈവം തന്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നതിൻ്റെ ദൃശ്യമായ അടയാളമായിരുന്നു ദേവാലയം. എന്നാൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചപ്പോൾ യോഹന്നാൻ 1:14 ഈ സാന്നിധ്യം അതിൻ്റെ പൂർണ്ണതയിലെത്തി. ക്രിസ്തുവിൽ ദൈവം മനുഷ്യനിർമ്മിതമായ ഒരു കെട്ടിടത്തിലല്ല വസിക്കുന്നത്, മറിച്ച് ഓരോ വ്യക്തിയിലുമാണ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലാണ് ഈശോ മിശിഹ. തൻ്റെ ശരീരമാണ് യഥാർത്ഥ ദേവാലയമെന്ന് പറഞ്ഞുകൊണ്ട് യേശു തന്നെ ഈ സത്യം വെളിപ്പെടുത്തി. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യോഹന്നാൻ 2-ാം അധ്യായം 19 മുതൽ 21 വരെ വാക്യങ്ങൾ. തൻ്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും ക്രിസ്തു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശാശ്വതമായ കൂടിക്കാഴ്ചാ കേന്ദ്രമായി മാറി. മത്തായി 27:51 രേഖപ്പെടുത്തുന്ന പ്രകാരം അതിവിശുദ്ധ സ്ഥലത്തെ വേർതിരിച്ചിരുന്ന തിരശ്ശീല കീറപ്പെട്ടത് അവിടുന്ന് വഴി ദൈവത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കുമായി തുറക്കപ്പെട്ടു എന്നതിനെ സൂചിപ്പിക്കുന്നു. സഭയുടെ ജീവിതത്തിൽ ഈ പൂർത്തീകരണം കൂടുതൽ വ്യാപിക്കുന്നു. ജെറുസലേമിലെ ഭൗതിക ദേവാലയമായി ആരംഭിച്ചത് ഇപ്പോൾ ഒരു ആത്മീയ യാഥാർത്ഥ്യമായി തുടരുന്നു. കല്ലുകൾ കൊണ്ടല്ല, ക്രിസ്തുവിലൊന്നായ വിശ്വാസികൾ കൊണ്ട് പണിയപ്പെട്ട സഭ ദൈവത്തിൻ്റെ വാസസ്ഥലമായി മാറുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ സഭ ദൈവത്തിൻ്റെ ഭവനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. സ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും ഈ ആത്മീയ ഭവനത്തിലെ ജീവനുള്ള ശിലകളായി മാറുന്നു. 1 പത്രോസ് 2:5. അതുകൊണ്ട് സോളമന്റെ ദേവാലയം ക്രിസ്തുവിലേക്കും സഭയിലേക്കും വിരൽ ചൂണ്ടുന്നു. ഒരു പ്രത്യേക സ്ഥലത്തല്ല, മറിച്ച് വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലും ജീവിതത്തിലും താൻ വസിക്കുന്നുവെന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്കുള്ള സന്ദേശങ്ങൾ നോക്കാം. 1. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മുൻഗണനയും സമർപ്പണവും ആവശ്യമാണ്. സോളമൻ തൻ്റെ ഭരണത്തിൻ്റെ കേന്ദ്ര ദൗത്യമായി ദേവാലയ നിർമ്മാണത്തെ കണ്ടു. അത് സ്വന്തം പദ്ധതിയല്ല, മറിച്ച് ദൈവഹിതമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ദൈവത്തെ പ്രതിഷ്ഠിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും മറ്റുള്ളവർക്കുള്ള സേവനത്തിനും മുൻഗണന നൽകുക എന്നതാണ് ഇതിനർത്ഥം. നമ്മുടെ സമയവും കഴിവും വിഭവങ്ങളും ദൈവത്തിന് ചുറ്റും ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ശരിയായ ദിശയും ലക്ഷ്യവും ലഭിക്കുന്നു. 2. സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. അത് അവിടുത്തെ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കണം. തനിക്ക് ലഭിച്ച സമാധാനത്തെ സോളമൻ പാഴാക്കിയില്ല, മറിച്ച് വിശുദ്ധമായ ഒരു ദൗത്യം പൂർത്തിയാക്കുവാൻ അദ്ദേഹം അത് ഉപയോഗിച്ചു. നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തിൻ്റെയും സുസ്ഥിരതയുടെയും അനുഗ്രഹങ്ങളുടെയും കാലഘട്ടങ്ങൾ കേവലം സുഖസൗകര്യങ്ങൾക്കുള്ളതല്ല, ദൈവത്തിനായി അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ്. കുടുംബജീവിതത്തിലും ഇടവക പ്രവർത്തനങ്ങളിലും അനുകൂല നിമിഷങ്ങളെ ദൈവവുമായുള്ള ബന്ധം ആഴപ്പെടുത്താനും
അവിടുത്തെ പ്രവൃത്തികളിൽ പങ്കുചേരാനും നാം ഉപയോഗിക്കണം. 3. ദൈവപദ്ധതിയിൽ മറ്റുള്ളവരുമായി സഹകരിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് പലപ്പോഴും കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ സോളമൻ ഹിരാമിനോടും വിദഗ്ധ തൊഴിലാളികളോടും സഹകരിച്ചു. അതുപോലെ നാം ഒറ്റയ്ക്ക് ദൈവത്തെ സേവിക്കേണ്ടവരല്ല. കുടുംബങ്ങളിലും ഇടവകകളിലും ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകളുണ്ട്. മറ്റുള്ളവരുടെ കഴിവുകളെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഐക്യം കെട്ടിപ്പടുക്കുവാനും ദൈവമഹത്വത്തിനായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. വിനയവും പരസ്പര ബഹുമാനവും ദൈവഹിതം നിറവേറ്റുവാനുള്ള ആഗ്രഹവുമാണ് യഥാർത്ഥ സഹകരണത്തിന് വേണ്ടത്. 4. ബാഹ്യ സൗന്ദര്യത്തെക്കാൾ പ്രധാനം വിശുദ്ധിയാണ്. ദേവാലയം അതിമനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. എങ്കിലും ഭൗതിക സൗന്ദര്യത്തെക്കാൾ പ്രധാനം അനുസരണവും വിശ്വസ്തതയുമാണെന്ന് ദൈവം സോളമനെ അനുസ്മരിപ്പിച്ചു. ആചാരങ്ങൾ, കെട്ടിടങ്ങൾ, ബാഹ്യഭക്തി എന്നിവയെല്ലാം ആത്മാർത്ഥവും വിശുദ്ധവുമായ ജീവിതത്തിൻ്റെ പിന്തുണയോടെ ആയിരിക്കണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ആന്തരിക വിശ്വാസമില്ലാത്ത ബാഹ്യപ്രവൃത്തിയേക്കാൾ ദൈവത്തിന് പ്രീതികരം അനുസരണത്തിലും സ്നേഹത്തിലും നയിക്കുന്ന ലളിത ജീവിതമാണ്. 5. ദൈവസാന്നിധ്യം വിശ്വസ്തത ആവശ്യപ്പെടുന്നു. തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നുവെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. എന്നാൽ അതിന് അവരുടെ ഭാഗത്തു നിന്നുള്ള അനുസരണവും ആവശ്യമായിരുന്നു. നമ്മുടെ കാര്യത്തിലും ഇത് സത്യമാണ്. ദൈവം എപ്പോഴും നമ്മോടൊത്തുണ്ട്. എങ്കിലും അവിടുത്തെ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് നമ്മുടെ വിശ്വസ്തതയെ ആശ്രയിച്ചിരിക്കും. അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. പ്രാർത്ഥനയിലും തിരുവചനത്തിലും കൂദാശകളിലും അധിഷ്ഠിതമായ വിശ്വസ്ത ജീവിതം നമ്മെ ദൈവവുമായുള്ള ഐക്യത്തിൽ നിലനിർത്തുന്നു. 6. സമൃദ്ധി അഹങ്കാരത്തിലേക്കല്ല, നന്ദിയിലേക്കാണ് നയിക്കേണ്ടത്. സോളമൻ്റെ സമ്പത്തും ജ്ഞാനവും വിജയവും ദൈവമഹത്വം വെളിപ്പെടുത്തുവാനുള്ള അവിടുത്തെ അനുഗ്രഹങ്ങളായിരുന്നു. എന്നാൽ സമൃദ്ധി അഹങ്കാരത്തിലേക്കോ സ്വന്തം ശക്തിയിലുള്ള വിശ്വാസത്തിലേക്കോ നയിച്ചാൽ അതൊരു പ്രലോഭനമായി മാറും. നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും നമ്മെ നന്ദിയുള്ളവരും ഉദാരമതികളുമാക്കി മാറ്റണം. നമുക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് തിരിച്ചറിയാനും മറ്റുള്ളവരെ സേവിക്കാനും അവിടുത്തെ ബഹുമാനിക്കാനും അത് ഉപയോഗിക്കണം. 7. ക്രിസ്തുവാണ് യഥാർത്ഥ ദേവാലയവും നമ്മുടെ അന്തിമ പ്രത്യാശയും. സോളമൻ പണിതെല്ലാം അന്തിമമായി വിരൽ ചൂണ്ടുന്നത് നമുക്കിടയിലെ ദൈവത്തിൻ്റെ യഥാർത്ഥ വാസമായ യേശു ക്രിസ്തുവിലേക്കാണ്. അവിടുന്ന് വഴി നമുക്ക് പിതാവായ ദൈവത്തോട് നേരിട്ട് ബന്ധപ്പെടാം. സഭയിലൂടെ നാം പരിശുദ്ധാത്മാവിൻ്റെ ജീവനുള്ള ആലയങ്ങളായി മാറുന്നു. നമ്മുടെ ലക്ഷ്യം കേവലം ലൗകിക വിജയമല്ല, മറിച്ച് ക്രിസ്തുവുമായുള്ള ഐക്യമാണ്. വിശ്വാസത്തിൽ ജീവിച്ചും കൂദാശകൾ സ്വീകരിച്ചും അവിടുത്തെ പഠിപ്പിക്കലുകൾ പിന്തുടർന്നും നമുക്ക് ഈ ലോകത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായി മാറാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ജനത്തിനിടയിൽ വസിക്കാൻ അങ്ങ് ആഗ്രഹിക്കുകയും ദേവാലയത്തിലൂടെ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കപ്പെട്ടുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ വിശുദ്ധ സ്ഥലമാക്കണമേ. ആത്മാർത്ഥതയോടെ അങ്ങയെ ആരാധിക്കാനും അങ്ങയുടെ ഹിതത്തോട് വിശ്വസ്തനായിരിക്കാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹവും അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സാന്നിധ്യം പ്രതിഫലിപ്പിക്കാനും മറ്റുള്ളവരെ അങ്ങയിലേക്ക് നയിക്കാനും ഇടയാക്കണമേ. ആമേൻ.